മമ്മൂക്കിനെ പോലെ ഒരാളെ ഹൗ ഡു യു ഗ്രൂം സംബഡി ഹൂസ് സോ മച്ച് ഓഫ് എക്സ്പീരിയൻസ്? ഒന്ന് അത് തിരക്കഥയുടെ ഡിസ്കഷൻ മുതൽ പലതവണയായിട്ട് ഒരുപാട് തവണ അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി പല പല സംസാരങ്ങളും ഡിസ്കഷൻ നടക്കുമ്പോഴൊക്കെ കഥാപാത്രത്തെക്കുറിച്ച് കൃത്യമായ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല ഓരോ സീൻ എടുക്കുന്നതിന് മുമ്പും ഇതെന്താണ് ഇത് പരിപാടി, കുറച്ച് ഈ പറഞ്ഞ പോലെ നോൺ ലീനിയർ പരിപാടികളുണ്ട്, ഇതെങ്ങനെയാണ് ഇത് കണക്റ്റ് ആവുന്നത്, ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒറിജിനൽ ഇമോഷൻ എന്താണ്, പുറത്ത് ഇപ്പം ഈ സീനിൽ അദ്ദേഹം ഇടപെടാൻ പോകുന്ന കഥാപാത്രങ്ങളോട് അയാൾ പ്രിട്ടൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അതിനപ്പുറത്ത് ഇത് 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 വളരെ ഈസി പരിപാടിയുമായിരുന്നു. വളരെ അധികം ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് തോന്നി എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള മൊമെൻറ്റ്സുമാണത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം തരുന്ന ഇൻപുട്സും അദ്ദേഹം കഥാപാത്രമായിട്ട് തരുന്ന ഔട്ട്പുട്ട്സും ആ രീതിയിലുള്ളതായിരുന്നു. കാരണം നമ്മൾ എന്തൊക്കെ ഇൻപുട്സ് അദ്ദേഹത്തിന് കൊടുത്താലും നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന വിഷ്വൽ പാറ്റേണിലോട്ട് വന്ന് അദ്ദേഹം പെർഫോം ചെയ്യുമ്പോൾ നമ്മളെന്ത് ഇമോഷനാണ് ഇമോട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്നത്, അതിൽ നമ്മളെ ഒന്ന് എക്സൈറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ സാധനം അദ്ദേഹം തന്നുകൊണ്ടേയിരിക്കും. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എനിക്കൊന്ന് മാനസികമായിട്ടും ആ ഒരു ചിന്ത ത്രൂടെ ക്യാരി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതിലൊരു എക്സൈറ്റ്മെൻറ്റ് കണ്ടെത്തുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനൊക്കെ അപ്പുറത്ത് ആ ഒരു പ്രോസസ്സിൽ അത് അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവുള്ള ആളും കൂടെയാണ്. ഇപ്പം എല്ലാവരും നമ്മൾക്കും ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ചിലപ്പോൾ ഐഡിയാസ് വരും, പക്ഷേ നമ്മളാരും അങ്ങനെ നടന്മാരല്ലല്ലോ. പുതിയ സാധനങ്ങൾ ചെയ്യാനുള്ള ത്വരയും അത് കാണിക്കാനുള്ള കേപ്പബിലിറ്റി രണ്ടും ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു. അതിങ്ങനെ ഒരിക്കലും ബുദ്ധിമുട്ടുള്ള പരിപാടിയായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല.